നവപുരം മതാതീത ദേവാലയത്തെക്കുറിച്ചറിയാൻ ഗ്രന്ഥശാല കൂട്ടുകാരുടെ സംഘം. This news is brought to you by Elroy Opticals and Computerized Eye Clinic, Cherupura. Phone 9961660599. ഗ്രന്ഥപ്രതിഷ്ഠയുള്ള കക്കോട് നവപുരം ദേവാലയത്തിൽ ദിനംപ്രതി ദൂരദിക്കുകളിൽ നിന്നുമാണ് കുട്ടികളും പഠന സംഘങ്ങളും എത്തിച്ചേരുന്നത്. തളിപ്പറമ്പ് കുറ്റിക്കോൽ യുവജന വായനശാലാന്റെ ഗ്രന്ഥാലയത്തിന്റെ പ്രവർത്തകരാണ് മതാതീത ദേവാലയത്തിലെ അതിഥികളായി എത്തിയത്. വായനയുടെയും ഗ്രന്ഥങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് പ്രമുഖ എഴുത്തുകാരൻ അജിത് കൂവോട് കുട്ടികൾക്കും വായനശാല പ്രവർത്തകർക്കും കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ മുകളിൽ നിന്ന് ഇങ്ങോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് മലയാളം എന്ന് പറയുന്ന അക്ഷരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അക്ഷരശില്പമാണിത്, മനസ്സിലായല്ലോ? അക്ഷരം എഴുതിക്കോ, അതിലോട്ട് തന്നെ എഴുതി കാണിച്ചോ. അത് മ, പിന്നെ എഴുതുന്നല്ലോ കൊച്ചിയിലും കൊല്ലത്തിലും. അതിന്റെ അപ്പുറത്ത് ദീർഘമുണ്ട്. അതെ, അവിടെ മോളെ ആളാവെന്ന് കാണിച്ചു കൊടുത്തേ. മലയാളം മുള്ളുണ്ട്. അത് അങ്ങോട്ടല്ല മോളെ, കുറെ ഇങ്ങോട്ട് വന്ന് അങ്ങനെയാണ്. ഓക്കെ, ഇവിടെ അറിവിനെയാണ് നമ്മള് പൂജിക്കേണ്ടത്, അല്ലാതെ മറ്റേ ഒരു ശില്പമാണ് ഇത്. ഇതിൽ എന്തൊക്കെയാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നോക്കിക്കോ. ഒരു പുസ്തകമുണ്ട് അല്ലേ? ഈ കല്ല് എന്നുള്ളത് ഇവിടെ എത്തുമ്പോൾ ഒരു ശില്പത്തിലേക്ക് വരുമ്പോൾ, ശില്പം ആക്കുന്നതിന് മുന്നേ ആണ് എന്ത്, അത് കല്ല്. ശില്പമായി കഴിയുമ്പോൾ അതിന് ചില ആശയങ്ങൾ വരും. അവസ്ഥയിൽ കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെതായിട്ട് കാണാം കേട്ടാ. ആ കുഞ്ഞിന്റെ പൊക്കിൽ കൂടി ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നത് അറിവിലേക്കാണ്, പുസ്തകത്തിലേക്കാണ്. ഒരു രൂപം. ഇതാണ് മഹാമാനവം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇരുന്നിട്ട് വായിക്കുകയോ എഴുതുകയോ ഒക്കെ ചെയ്യാം. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു രീതി ഇവിടെ അവലംബിച്ചത്. ഓക്കെ, ഇവിടെ നോക്കൂ, ഈ ഒരു ചുമന്ന ശില്പം നോക്കിയാ കേട്ടോ, മനസ്സിലാവുന്നുണ്ടോ? ശ്രീനാരായണ ഗുരു തമ്മിൽ കണ്ടുമുട്ടിയിരുന്നു. അപ്പൊ അന്ന് അവർ തമ്മിൽ സംസാരിച്ചിരുന്ന ആ ഒരു ആശയം മുന്നിൽ വെച്ചിട്ടാണ് ഈ ഒരു ശില്പം ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്തിരിക്കുന്ന ശില്പം കഷ്ടിച്ചൊരു മാസം. പുസ്തക പ്രതിഷ്ഠയുള്ള ദേവാലയമെന്ന നിലയിൽ ഇവിടുത്തെ അന്തരീക്ഷവും സാഹചര്യവും വ്യത്യസ്തമായ അനുഭവമാണെന്ന് അധ്യാപകനും വായനശാലയുടെ കോർഡിനേറ്ററും വിദ്യാർത്ഥികളും പറഞ്ഞു. കുറ്റിക്കോൽ യുവജന വായനശാല ഗ്രന്ഥാലയത്തിൻ്റെ പ്രവർത്തകരാണ്. അതുപോലെ തന്നെ ബാലവേദി കൂട്ടുകാരൊപ്പരാണ് നമ്മൾ ഈ ദേവാലയം സന്ദർശിക്കാൻ വേണ്ടി എത്തിച്ചേർന്നത്. അതുകൊണ്ട് 20ഓളം കുട്ടികൾ നമ്മളൊന്നിച്ച് ഉണ്ട്. അതേപോലെ തന്നെ ഈ ദേവാലയത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രാപ്പോയിൽ നാരായണ മാഷുമായിട്ടുള്ള പഴയ ഒരു ബന്ധം. കാരണം ഞങ്ങളുടെ നാട്ടിലും ഇതുപോലെ ഒരു ചെറിയ ഒരു മാനവ സൗഹൃദ മന്ദിരം എന്നുള്ള പേരിൽ ഒരു മന്ദിരമുണ്ട്. അവിടെ നൃത്തവും അതുപോലെ വിവിധ കലകളും സാഹിത്യ ചർച്ചകളും എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ വർഷം നമ്മൾ ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വായനാക്കളരി എന്നുള്ള രീതിയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ആ പരിപാടി 20 ദിവസം നീണ്ടു നിൽക്കുന്ന സമാപന ദിവസമാണ് ശരിക്ക് ഇന്ന്. അവസാന ഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രതിഷ്ഠയുടെ ഈ സ്ഥലം നമ്മൾ മനസ്സിലാക്കുകയും അവിടെ സന്ദർശിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുകയും ചെയ്തു. ഇതിനു മുമ്പ് നമ്മളെ ഗ്രാമങ്ങളിൽ ഒട്ടേറെ നല്ല ഇടങ്ങൾ കണ്ടെത്തി അവിടെയൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രഗത്ഭരായ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ, തൊഴിലാളി രംഗത്ത് പ്രവർത്തിക്കുന്നവർ, മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ അഭിമുഖം നടത്തി കുട്ടികൾ തന്നെ തയ്യാറാക്കിയ ചരിത്ര രചന നമ്മൾ ഒരു പ്രസിദ്ധീകരണമായിട്ട് അടുത്ത ദിവസം തന്നെ പ്രകാശനം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കുട്ടികൾക്ക് അറിവ് പകർന്ന് തരാൻ വേണ്ടി ജാതിക്കും മതത്തിനും അതീതമായി കുട്ടികൾക്ക് ഗ്രന്ഥപ്രതിഷ്ഠ എന്ന് പറഞ്ഞപ്പോൾ അവർ ആഗ്രഹം പ്രകടിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ മേഖലയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സംഭവം കണ്ടപ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. നമ്മുടെ വായനശാലയുടെ അടുത്ത് തന്നെ സഹകരിക്കുന്ന അജിത്ത് കൂട്, അതുപോലെ ലീല ടീച്ചർ,
അതുപോലെ തന്നെ ചില അമ്മമാർ നമ്മളൊപ്പരുണ്ട്. അവരൊക്കെ സെക്രട്ടറി രാജേഷ് ഉണ്ട്, അതുപോലെ തന്നെ ലൈബ്രറിയന്മാർ നമ്മളൊപ്പരുണ്ട്. അതുകൊണ്ട് നമുക്കിതൊരു വലിയൊരു അനുഭവമാണ്. പ്രകൃതി രമണീയതയും നമ്മളെ ഭയങ്കര ആകർഷിച്ചിട്ടുണ്ട് എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കുറ്റിക്കോൽ വായനശാലയുടെ വായനാകളരിയുടെ സമാപന ദിനത്തിലാണ് മതാതീത ദേവാലയത്തിൽ എത്തി ഇവിടുത്തെ ഗ്രന്ഥപ്രതിഷ്ഠയും സാഹചര്യങ്ങളും അറിയാൻ ഇവർ ശ്രമിച്ചത്. അറിവിനൊപ്പം ആസ്വാദനം എന്ന നിലയിലാണ് വിദ്യാർത്ഥികളും വായനശാല പ്രവർത്തകരും മതാതീത ദേവാലയം സന്ദർശിച്ചത്. കണ്ണുകളുടെ സംരക്ഷണത്തിന് ഏറ്റവും ഗുണമേന്മയുള്ള കണ്ണടകളുടെ വ്യാപാര രംഗത്ത് സേവന മികവിന്റെ 17ാം വർഷത്തിലേക്ക് എൽറോയ് ഓപ്റ്റിക്കൽസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ടെസ്റ്റിംഗ് ക്ലിനിക് ചെറുപുഴ, സഹോദര സ്ഥാപനം അച്ചൂസ് ഐ ക്ലിനിക് ചെമ്പേരി, ആലക്കോട്, ശ്രീകണ്ഠാപുരം, ത്രീസ്യാമ ഐ ഡിപ്പാർട്ട്മെന്റ്, സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. എല്ലാ ദിവസങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, സൗജന്യ കണ്ണുപരിശോധന, ഗുണനിലവാരമേറിയ ഗ്ലാസുകളും ഫ്രെയിമുകളും. എൽറോയ് ഓപ്റ്റിക്കൽസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് ചെറുപുഴ. ഫോൺ 9961 660 599.